ഈ ആഴ്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽ സമയം തുടർന്നുള്ള അല്പനിമിഷങ്ങൾ ദൈവവചനത്തിന്റെ മുൻപാകെ അടിയങ്ങൾ താല്പര്യത്തോടും വാഞ്ചയോടും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അഭിവൃദ്ധിക്ക് നന്മയ്ക്ക് കാരണമാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ദയവായിട്ട് വായിപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. മതിയാകും. ഇന്നത്തെ പകൽ സമയം ഈ തിരുവചന ഭാഗത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ചിന്തിപ്പാനായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, ജ്ഞാനത്തെക്കുറിച്ച്, ജ്ഞാനം തലയ്ക്ക് പിടിച്ച് അതിനാൽ ചീർത്തിരിക്കുന്ന ഒരു സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ലോകപ്രകാരമുള്ള ഫിലോസഫി അവരുടെ പൈതൃകത്തിൽ അല്ലെങ്കിൽ ആ ദേശത്തുള്ളതാകുന്ന ഫിലോസഫേഴ്സിന്റെ ചുവട് പിടിച്ച് ദൈവീകമാകുന്ന കാര്യങ്ങളെ ഫിലോസഫിയുടെയും സൈക്കോളജിയുടെയും വെളിച്ചത്തിൽ കാണാനും മനസ്സിലാക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷകന്മാരെ വിലയിരുത്തുവാനും ശ്രമിക്കുന്ന, അഹന്തയുള്ള, സ്വയമായി ചീർത്തിരിക്കുന്ന ഒരു സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ആ കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ എഴുതുമ്പോൾ അവരുടെ ആ ചീർത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന് പൗലോസ് അവരുടെ ബേസിക്സിലേക്ക്, അവരുടെ അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ താൻ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഇംഗ്ലീഷിൽ കൺസിഡർ യുവർ കോളിംഗ് എന്ന് ചില ഭാഷാന്തരങ്ങളിൽ കാണുന്നു. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ബ്രദേഴ്സ്, think of what you were when you were called. നിങ്ങളെ ദൈവം വിളിച്ചപ്പോൾ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെ ഒന്ന് ചിന്തിച്ചു നോക്കുവിൻ. നിങ്ങളിപ്പോൾ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, കുലീനതയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊറ്റം കൊള്ളുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെ വിളിക്കുവാൻ സാധ്യമല്ലായിരുന്നു. നിങ്ങളുടെ വിളിയെ ഒന്ന് നോക്കുവിൻ. അങ്ങനെ ആ വിളിയെ നോക്കുമ്പോൾ മാത്രമേ, അതിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ചീർത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകത്തുള്ളൂ. ഇതാണ് പൗലോസ് ഈ വിശുദ്ധന്മാരോട് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ വിഷയത്തെയാണ് ഫോക്കസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാൻ പോകുകയാണ് ദൈവവചനത്തിൽ നിന്ന്. 1, നമ്മുടെ വിളിയെ നോക്കണം. നമ്മുടെ സ്വാർത്ഥ അഭിമാനത്തിൽ നിന്നും ചീർത്തുപോകുന്ന, ആത്മീകമാകുന്ന നിഗളമുണ്ടാകുന്നതിൽ നിന്നും അത് നമ്മളെ സംരക്ഷിക്കും. That will save us from spiritual pride. If you will think what you were when you were called. നമ്മളെ വിളിച്ചപ്പോൾ എന്തായിരുന്നു എന്ന് ഓർത്താൽ we will be humble in God's presence. 2, നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. We must know that why God has called us in the first place. എന്തിനാ ദൈവം വിളിച്ചത്? What is the purpose? എന്താ ഉദ്ദേശം? ഇത് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നേരെയുള്ള പാതയിൽ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നേരെയുള്ള പാതയിൽ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഘടകം നമ്മുടെ വിളിയുടെ ഉദ്ദേശം എന്താണ്, ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ. 3-ാമതായിട്ട് മറ്റൊരു കാര്യം കൂടെ സമയപരിധിക്കുള്ളിൽ നമ്മൾ ചിന്തിക്കും. 1, we will think about what we were when we were called. Secondly, we must try to understand and know why God has called us. 3-ാമതായിട്ട് we must
make our calling and election sure, lest we may be a castaway. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരു പക്ഷേ നമുക്ക് ലഭിക്കാതെ പോയേക്കാം. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് നമ്മൾ നമ്മെ വിളിയെ കുറിച്ച് ചിന്തിക്കുന്നതിലും എന്തിനു വേണ്ടി വിളിച്ചെന്നും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിലും ഈ 3 ചിന്തകളാണ് പ്രധാനമായിട്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായി, ഇവിടെ കൊരിന്തിലുള്ളതാകുന്ന ദൈവസഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവരുടേതാകുന്ന ജ്ഞാനത്തിലും അവരുടെ പാരമ്പര്യത്തിലും അവർ വളരെ ഊറ്റം കൊണ്ടിരുന്നു. അവരുടെ നഗരം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായി. കൊരിന്തെന്ന് പറയുന്ന ആ പട്ടണം തന്നെ വലിയ ഗ്രീക്ക് സംസ്കാരത്തിന്റെ ആ സ്വാധീനത്തിൽപ്പെട്ട ഒരു പട്ടണമാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ ചിന്തകളുടെ സ്വാധീനം ഈ പട്ടണത്തിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിപ്പാൻ അവർക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിക്കുകയുണ്ടായി, ഈ 4 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ 13 പ്രാവശ്യം മനുഷ്യരുടെയും ദൈവത്തിന്റെയും ജ്ഞാനത്തെക്കുറിച്ച് പൗലോസ് ആവർത്തിച്ച് പറയുന്നു. ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭോഷത്വമാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യവനന്മാർക്ക് ഭോഷത്വമാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നും ദൈവജ്ഞാനത്തിന് ഒരു വലിയ സവിശേഷതയുണ്ടെന്നും പൗലോസ് അവരോട് പറയുക. എന്താ ദൈവജ്ഞാനത്തിന്റെ സവിശേഷത? ദൈവജ്ഞാനത്തിന്റെ സവിശേഷത മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ജ്ഞാനമനുസരിച്ച്, ശ്രദ്ധിച്ച് കേൾക്കണേ, മനുഷ്യന്റെ ജ്ഞാനമനുസരിച്ച് ഒരു പദവി നിർവഹിപ്പാൻ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ നോക്കുന്നത് അവനെന്ത് യോഗ്യതയുണ്ടെന്നാണ് നോക്കുന്നത്. എന്നാൽ ദൈവം തന്റെ ഹിതത്തിനു വേണ്ടി, തന്റെ പ്രസാദപ്രകാരം, തന്റെ കരുണയിൽ, തന്റെ കൃപയിൽ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ അവൻ എന്ത് യോഗ്യതയുണ്ടെന്നല്ല നോക്കുന്നത്, അവന്റെ ആ യോഗ്യത അവന് തിരിച്ചറിയാൻ കഴിയുന്നോ എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ മനുഷ്യൻ യോഗ്യത നോക്കുമ്പോൾ ദൈവം അയോഗ്യത നോക്കുന്നു. ഇതാണ് ദൈവജ്ഞാനത്തിന്റെ സവിശേഷത. മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് ഭോഷത്വമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആ സവിശേഷത ഇതാണ്: കൊള്ളരുതാത്തവരെ, യോഗ്യതയില്ലാത്തവരെ, ഒരു പാരമ്പര്യവും അവകാശപ്പെടാൻ ഇല്ലാത്തവരെ, യാതൊരു വിധമാകുന്ന ക്വാളിഫിക്കേഷനും അവകാശപ്പെടാനില്ലാത്തവരെ തെരഞ്ഞെടുത്തിട്ട് അവരെ ദൈവം തന്നെ തന്റെ ഹിതം നിവർത്തിപ്പാനുള്ള മാധ്യമങ്ങളായി തീർക്കുകയും മഹത്വം മുഴുവനും ദൈവം എടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവരോട് പറയുക, സഹോദരന്മാരെ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളും വിവേകികളും അല്ലെങ്കിൽ ബലവാന്മാരും കുലീനന്മാരുമേറെയില്ല. നിങ്ങളുടെ ഇടയിൽ ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ കുലീനന്മാരൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? പൗലോസ് അവരെ ഓർപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണമേ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 9 തൊട്ട് 11 വരെ ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ
6-ാം അധ്യായം 9-11. ആ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. യെസ്. ആ, യെസ്, യെസ്. ആ, 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 ഈ വകക്കാരായിരുന്നു. ശ്രദ്ധിക്കണേ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. അപ്പൊ അവർക്കുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? ഇതായിരുന്നു യോഗ്യത. എനിക്ക് പലപ്പോഴും ചിലപ്പം ചില ദുഃഖം തോന്നാറുണ്ട്. അങ്ങനെ ദുഃഖം തോന്നുന്നതിൽ ഒരു കാര്യം, പണ്ടൊക്കെ ഈ സുവിശേഷ യോഗങ്ങൾക്ക് മുൻപ്, പണ്ട് കാലത്തെ കാര്യമാ ഞാൻ പറയുന്നത്, പ്രസംഗത്തിന് മുൻപ് സാക്ഷ്യമെന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അനുഭവ സാക്ഷ്യം. അനുഭവ സാക്ഷ്യം പറയുമ്പോൾ, പണ്ട് കാലത്തെ കാര്യമാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ചില വ്യക്തികൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നത്. ഒരു പലപ്പോഴും പറഞ്ഞു നിർത്തുന്നത് കണ്ണുനീരോടായിരിക്കും. അയ്യോ, ഞാൻ ഈ വലിയ മഹാപാതകമൊക്കെ ചെയ്ത് ഞാൻ ഈ ലോകത്തിൽ കൊള്ളരുതാത്തവനായി, മദ്യപനായിട്ട്, ലോകക്കാർക്ക് തലവേദനയായിട്ട്, എൻ്റെ വീട്ടുകാർക്കൊക്കെയും ഞാനൊരു കാസ്റ്റവേ ആയിട്ട് ഞാൻ ജീവിച്ചെങ്കിലും എൻ്റെ ദൈവം എന്നോട് കരുണ ചെയ്ത് ആ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ എന്നോർത്ത് കണ്ണുനീരോടെ സാക്ഷ്യം പറയുന്ന അനവധി വിശുദ്ധന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എത്രയോ പേര് കർത്താവിനെ സ്വീകരിപ്പാൻ മുൻപോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. എന്ന കാലം കുറെ കഴിഞ്ഞു. ഇന്ന് പലരും നിന്ന് സാക്ഷ്യം പറയുന്നത് ഈ ലിസ്റ്റിൽ പറഞ്ഞ കാര്യമൊക്കെ അവരങ്ങ് ഊറ്റം കൊണ്ട് പറയും. ഞാൻ അത് ചെയ്തു, ഞാൻ അവനൊരു അടി കൊടുത്തു, അയ്യോ അവനെ ഞാൻ ഇടിച്ച് നിരപ്പാക്കി, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു. എന്റെ പ്രിയരെ, ഐ റിയലി ഡൗട്ട് ദാറ്റ് പേഴ്സൺ ഈസ് റിയലി കൺവേർട്ടഡ്. കഴിഞ്ഞ കാലത്തെ നമ്മുടെ പാപത്തെക്കുറിച്ച് ലജ്ജ തോന്നാത്ത ഒരാള് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ കാലത്തെ ഓർക്കുമ്പോൾ നമുക്കതിനകത്ത് ഊറ്റം കൊണ്ട് അതിനകത്ത് പ്രശംസിപ്പാനല്ല വക. അയ്യോ, ഞാൻ അങ്ങനെ ആയിരുന്നിട്ടും in spite of all that, God had mercy on me to save me, a sinner. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഭക്തന്മാരൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത്. ജോൺ ന്യൂട്ടൻ എന്നയാളിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം. Amazing grace, how sweet the sound that saved a wretch like me. I was blind, was lost, but now I'm found. Was blind, but now I see. അദ്ദേഹം പറയുന്ന amazing grace. ഹോ, ഈ കൃപ എത്ര അത്യത്ഭുതകരമാ. എന്തുകൊണ്ട് ആ കൃപ അത്യത്ഭുതകരമായിരുന്നത്? Because this grace saved a wretch like me. എന്നെ പോലെ ഒരു ആധമനെ ഈ കൃപ തേടി വന്നതാ അത്യത്ഭുതകരം. ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇപ്പം എന്നെ ദൈവം കണ്ടെത്തി. എനിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പം എനിക്ക് നന്നായി കാണാം. ഓ, ഹൗ അമേസിംഗ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. പ്രിയവരെ, ദൈവകൃപയുടെ മാഹാത്മ്യം, ദൈവകൃപയുടെ അതിൻ്റെ ആഴത്തെക്കുറിച്ച് ഈ പകൽ സമയം നമുക്കൊന്ന് ചിന്തിപ്പാൻ കഴിയുമോ? പാപികളും ദോഷികളും അഭക്തരുമായിരുന്ന നമ്മെയും ഈ കൃപ തേടി വന്നല്ലോ. ശുദ്ധരോടൊന്നിച്ച് സ്തോത്രം ചെയ്യുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയല്ലോ എന്നോർത്ത് ഹൃദയം നന്ദിയാൽ നിറയണം. ഇതാണ് ഈ വിശുദ്ധന്മാരോട്
അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ പഴയ കാര്യങ്ങളിൽ ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല, നേരെ മറിച്ച് നിങ്ങളുടെ യോഗ്യത ഇതായിരുന്നു. പക്ഷെ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് ഗോഡ് സേവ്ഡ് യു, ദെർഫോർ ബി ഹംബിൾ ഇൻ ഗോഡ്സ് പ്രസൻസ്. ഇതിന്റെ എല്ലാം നടുവിൽ നിന്നെ ദൈവം രക്ഷിച്ചു, അതുകൊണ്ട് താഴ്മയോടെ ആയിരിക്കുക. പാപം പെരുകിയിടത്ത് കൃപയും ഏറ്റവും അധികം പെരുകിയെന്നല്ലാതെ എന്താ പറയാൻ കഴിയുന്നത്? എൻ്റെ പ്രിയരെ, നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നണം. പാപത്തെക്കുറിച്ച് ഓർക്കുമ്പം ലജ്ജ തോന്നണം. ഞാൻ ലജ്ജിക്കാറുണ്ട്. ഞാൻ ദൈവസന്നിധാനത്തിൽ തകരാറുണ്ട്. ഗോഡ്, ഓ എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നിയല്ലോ. പലപ്പോഴും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ പുറത്തു പറയാൻ കൊള്ളത്തില്ല, അത്രയ്ക്ക് നിഷ്ഠൂരമാണ് ആ പ്രവൃത്തി. പുറമേ നമ്മൾ ഓൾ റൈറ്റ് ആകാം, പക്ഷേ ദൈവസന്നിധാനത്തിൽ നമ്മൾ എത്ര നിഷ്ഠൂര പാപികളായിരുന്നു. എന്നിട്ടും ദൈവം എന്നെ രക്ഷിച്ചു. ദൈവസന്നിധാനത്തിൽ നമുക്ക് ദൈവകൃപയിൽ മാത്രമേ പ്രശംസിപ്പാൻ പാടുള്ളൂ. നമ്മുടെ ഒരു കാര്യത്തിലും പുകഴുവാൻ നമുക്ക് കഴിയത്തില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കാരണമെന്ത്? മത്തായി സുവിശേഷം 11:25 വാക്യം എടുത്ത് വായിക്കണ്ട. നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ഇതാർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഒന്നും അറിയത്തില്ലെന്നും, ഞാൻ ഒന്നുമില്ലെന്നും, ഞാൻ ദൈവസന്നിധാനത്തിൽ ഒരു സീറോ ആണെന്നും സമ്മതിച്ച ഈ മുക്കുവന്മാർക്ക്, ഈ അറിവില്ലാത്തവർക്ക്, ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഇവർക്ക് അവിടുന്ന് ഇത് വെളിപ്പെടുത്തിയല്ലോ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട്. ഓ ഹല്ലേലൂയ! ശിശുക്കളാകുന്ന നമുക്ക് ദൈവം നൽകിയ കൃപയോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകി എന്നുള്ളത്, അതിന്റെ ആത്യന്തികമാകുന്ന ലക്ഷ്യം എന്താ? 28ഉം 29ഉം കൂടെ ചേർത്ത് വായിച്ചേ, നമുക്ക് ആ ഭാഗം വിട്ട് മുൻപോട്ട് പോകാം. തെരഞ്ഞെടുത്തു. അതിന്റെ കാരണം എന്തുവാ? ദൈവസന്നിധാനത്തിൽ ഒരു ജഡവും പ്രശംസിപ്പാനില്ല, ആർക്കും പ്രശംസിപ്പാനില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നതിന്റെ സകല മഹത്വം ആർക്കാ? ദൈവത്തിന്. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ. സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ മഹത്വം മുഴുവനും ദൈവത്തിനാണ്. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. Think of what you were when you were called, so that you will be humble and you will give glory to God and you will exult in the name of God. ദൈവനാമത്തിൽ മാത്രമേ നിങ്ങൾക്ക് പുകഴുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വിളിയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ ദൈവസന്നിധാനത്തിൽ നമുക്ക് പുകഴുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ ഈ സുവിശേഷ പ്രസംഗം തന്നെ ഇത് തലതിരിഞ്ഞു കിടക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. കാരണം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സുവിശേഷവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു യേശുവിനെ പ്രസംഗിക്കും, യേശുവിനെ പ്രസംഗിച്ച് അവസാനം നമ്മൾ കൊടുക്കുന്ന ആഹ്വാനം, അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. മഴയൊക്കെ നനഞ്ഞ് മഞ്ഞത്ത് പാവവേശു ഇങ്ങനെ നിൽക്കുകയാ. പ്ലീസ് കഥവൊന്ന് തുറക്കണേ. അങ്ങനെ തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇത് വ്യക്തിപരമാകുന്ന സാൽവേഷനെ കുറിച്ച് അല്ല പറയുന്നത്. ഇപ്പൊ ആ വിഷയം ഞാൻ വിശദീകരിക്കുന്നില്ല, സഭയോടുള്ള ബന്ധത്തിൽ ആകട്ടെ. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാ നമ്മൾ പലപ്പോഴും പറയുന്നേ, as though we are doing a favor to God. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന് ഏതാണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തു, അതുകൊണ്ട് God is obliged to
ഗിവ് മീ വാട്ട് ഐ ഡിമാൻഡ്. ഇതാ നമ്മുടെ ചിന്ത. ദൈവത്തെ ഒബ്ലൈസ്ഡ് ആക്കി. കാരണം എന്തുവാ? നമ്മൾ ദൈവത്തിനൊരു ഫേവർ ചെയ്തില്ലേ? മഴയും വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് മുട്ടി നിന്നപ്പം ഞാൻ വന്ന് തുറന്നതുകൊണ്ട് നിനക്ക് ഇരിക്കാൻ ഒരിടം കിട്ടി. ഇതാ പലരുടെയും ഭാവം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് പ്രസംഗിക്കുന്നതിന് പകരം ഈ ചിത്രമാ കൊടുക്കുന്നേ. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. എന്റെ ചിന്തയിൽ അങ്ങനല്ല പ്രസംഗിക്കേണ്ടത്. എന്റെ ചിന്തയിൽ ഞാൻ പറയാം എന്നാ പ്രസംഗിക്കേണ്ടത്. പറയേണ്ടത് എന്താണെന്നറിയാമോ? ഒന്ന്, ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നാം ദൈവത്തിന്റെ വകയാണ്. രണ്ട്, ക്രിസ്തു മരിച്ചതുകൊണ്ട് വീണ്ടെടുപ്പിന്റെ വില ദൈവം കൊടുത്തു. അപ്പോൾ 2 പ്രാവശ്യം നാം ദൈവത്തിന്റെ വകയാണ്. നാമും നമുക്കുള്ളതും ദൈവത്തിന്റെ വകയായതുകൊണ്ട് ദൈവത്തിന് അവകാശപ്പെട്ടതിനെ അന്യായമായി പിടിച്ചു വച്ചിരിക്കുന്നവനെ ഭയത്തോടെ ദൈവസന്നിധാനത്തിൽ ചെല്ല്. അവിടുന്ന് കരുണ തോന്നി നിന്നോട് ക്ഷമിച്ചാൽ കൃപയാണെന്ന് തിരിച്ചറിയുക. ഇതാ സുവിശേഷം. We belong to God. Rightfully we belong to God. നമ്മൾ ദൈവത്തിൻ്റെതാ. നമ്മുടേതും നമുക്കുള്ളതും നാമും ദൈവത്തിൻ്റെതാണ്. നമ്മൾ ദൈവത്തിൻ്റെത് പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു സഭായോഗത്തിന് പോയാൽ ഇച്ചിരി ദശാംശം ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ഏതാണ്ട് കൊടുത്തെന്നുള്ള ചിന്തയാ നമ്മുടെ ഹൃദയത്തിൽ. നോ, നേരെ മറിച്ച് ദൈവത്തിൻ്റെത് മോഷ്ടിച്ചു വെച്ചേക്കുന്നതെല്ലാം തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. എനിക്കറിയാം ഇങ്ങനെയുള്ള പ്രസംഗമൊന്നും പോപ്പുലർ അല്ല. പോപ്പുലർ ആകാൻ എനിക്ക് താല്പര്യവുമില്ല. എന്നാൽ ഞാൻ സത്യം പറയുക, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. എന്നാ നമുക്ക് പ്രശംസിപ്പാനുള്ള ഒന്നുമില്ല. ദൈവസന്നിധാനത്തിലേക്ക് ചെന്നപ്പം അവിടുന്ന് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ അവിടുത്തെ മക്കളാക്കിയെന്നുള്ളത് ദൈവത്തിന്റെ മഹാകൃപയ. ഇതോർക്കും തോറും നാം ദൈവസന്നിധാനത്തിൽ താഴും. സകല മഹത്വവും ദൈവത്തിന് നമ്മൾ കൊടുക്കും. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. 2, നിങ്ങളെ വിളിച്ചതിന്റെ ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. എഫേസ്യ ലേഖനം 1:18 അവിടെ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവിടെ താൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ എന്തിനാ വിളിച്ചത്? നോക്കുക. അപ്പോൾ അവന്റെ വിളിയാലുള്ള ആശ. We must know the hope of his call. എന്തിനാ വിളിച്ചത്? വിളിച്ചതിന്റെ ആശ എന്തെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ മാത്രം വായിച്ച് അധികം വിശദീകരിക്കാതെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 1, നമ്മളെ യേശു ക്രിസ്തുവിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. റോമർ 1:6 മലയാളം വേദപുസ്തകത്തിൽ 7-ാം വാക്യം. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. യു ബിലോങ് ടു ഹിം. 1 കൊരിന്ത്യർ 1:9 അവിടുത്തെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:15-16 വിശുദ്ധിക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചേക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചേക്കുന്നു. 1 തെസ്സലോനിക്കർ 4:7 അത് തന്നെ പഠിപ്പിക്കുന്നു. God has called us not to unholiness but to holiness. 1 പത്രോസ് 2:21 നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടമനുഭവിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇതിനായല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവും ഈ മാതൃക കാട്ടിയിരിക്കുന്നു. ഇതിനു വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:12 മലയാളം വേദപുസ്തകത്തിൽ 11-ാമത്തെ വാക്യമാണ്. അവിടുത്തെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. 1 പത്രോസ് 5:10 അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. നിത്യ തേജസ്സിനു വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, show me a single verse, show me just one verse. You don't have to show me 2 verses, only 1 verse in the whole New Testament that God has called us to materially bless us abundantly. Show me 1 verse. ഭൗതിക നന്മയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നെന്ന് ഒരു വാക്യം പുതിയ നിയമത്തിൽ കാണിക്കരുത്. 2 കാണിക്കണ്ട, 1 കാണീര്. നോ, അങ്ങനെയല്ല. അപ്പൊ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ തുടക്കമേ അടിസ്ഥാനമേ തെറ്റാ. നമ്മുടെ ചിന്ത നമ്മളേതാണ്ട് ഫേവർ ചെയ്തു, അതുകൊണ്ട് ഇനിയിപ്പം ദൈവം ഞാൻ എന്നോ ഡിമാൻഡ് ചെയ്താലും മര്യാദയ്ക്ക് തന്നോണം, ഞങ്ങളുടെ അവകാശമാണ്. അയ്യോ, എന്നോ അവകാശമായി പറയുന്നേ. അവകാശം റൈറ്റ്ഫുള്ളി നിത്യനാശമായിരുന്നു അവകാശം. കരുണ തോന്നി ക്ഷമിച്ച് നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിത്യജീവൻ തന്നില്ലേ, അത് കൃപയാണെന്ന് മനസ്സിലാക്കുക. ബാക്കി കിട്ടുന്നതെല്ലാം ബോണസാണെന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം ബോണസാ. ബോണസ് മേടിച്ചോ കുഴപ്പമില്ല, പക്ഷെ അതിന് സ്തോത്രം ചെയ്തോ. ദൈവത്തെ മറന്നു പോകരുതെന്നേ ഉള്ളൂ. എന്നാ ബോണസ് തരാനല്ല വിളിച്ചത്, ദാനം തരാനാ വിളിച്ചത്. ശമ്പളം തരാനുമല്ല വിളിച്ചത്. ശമ്പളമായിരുന്നെങ്കിൽ എന്തായിരുന്നു ശമ്പളം? ശമ്പളം എന്തുവാ? പാപത്തിന്റെ മരണം, പാപത്തിന്റെ ശമ്പളം മരണമാ ശമ്പളം. എന്നാൽ ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ കൃപാ വരമോ കൃപാദാനമോ എന്താകുന്നു? നിത്യജീവൻ. ശമ്പളം മരണം, ഡ്യൂലി കിട്ടേണ്ടത് മരണം, പിന്നെ ദാനം കിട്ടിയതെന്തുവാ? നിത്യജീവൻ. അപ്പൊ ദാനം കിട്ടിയ കൂട്ടത്തിൽ ദൈവം എത്ര ബോണസാ തന്നേക്കുന്നത്! അയ്യോ, എന്ത് ബോണസാ തന്നേക്കുന്നേ! ഈ ആരോഗ്യമെന്ന ബോണസ്. ഞാൻ ഇതിന് അർഹനാണോ? ദൈവം എന്നെ പഠിപ്പിക്കുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് സകലത്തിലും ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും. അയ്യോ, ദൈവം അങ്ങനൊന്ന് നോക്കിയിരുന്നെങ്കിൽ. പലരും ഈ വാക്യം എടുത്തേച്ചാ പറയുന്നത് കേട്ടോ. എന്റെ ആത്മാവിന്റെ ശുഭത പോലായിരുന്നു എന്നെ നിങ്ങളെയും ദൈവം കണക്കാക്കി നടത്തിയെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ ക്രച്ചസും സ്ട്രെച്ചറും കൊണ്ട് നമ്മൾ വരേണ്ടി വരുന്നതിനെ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആത്മാവിന്റെ ശുഭതയായിരുന്നെങ്കിൽ ഞാൻ ഈ 2 കാലേ നടന്നു വരത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ ആത്മാവിന്റെ ശുഭതയ്ക്കനുസൃതമല്ല, ദൈവത്തിന്റെ കരുണയിൽ എനിക്ക് ആരോഗ്യം തന്നു, സൗഖ്യം തന്നു, എനിക്ക് സകല ദാനവും തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ബോണസ് കിട്ടുമ്പോ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. അപ്പൊ വിളിച്ചേക്കുന്നത് എന്തിനാ? ബോണസ് തരാനല്ല, ദാനം തരാനാ, നിത്യജീവൻ തരാന്, ക്രിസ്തുവിനോട് ചേരുവാനാണ്, വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്, നിത്യരാജ്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, തേജസ്സിനായിട്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു കീപ് ട്രാക്ക്. നമ്മുടെ പാത തെറ്റിപ്പോകാതെ ഓടാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. 3-ാമത്തെ വിഷയം അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 3-ാമതായിട്ട് 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10 ദയവായിട്ട് പെട്ടെന്ന് വായിച്ചേ. നോക്കുക, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. അടുത്ത വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. ഇങ്ങനെ ചെയ്താൽ. അപ്പൊ ശ്രദ്ധിക്കണേ, വിളിയും ആദ്യം വിളയെ നോക്കണം. നമ്മൾ താഴ്മയുള്ളവരാകും. എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാകുമ്പം ശരിയായി നടക്കാൻ നമുക്ക് കഴിയും. 3-ാമതായിട്ട് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്താൽ. 11-ാം വാക്യം വായിച്ചു. നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകുകയില്ല. അപ്പൊ നേരെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഇടറാതെ നിൽക്കാൻ വിളിയും തെരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. എന്നിട്ട് നമ്മുടെ കർത്താവും ധാരാളമായി പ്രാപിക്കും. ഇത് തിരുവചനത്തിലെ വാക്യമാണ് എന്റെ പ്രിയരെ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ എന്തോ കിട്ടും? ധാരാളമാകുന്ന പ്രവേശനം കിട്ടും.
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 22:14 നമ്മളിങ്ങനെ ഒരു വാക്യം കാണുന്നു. അതൊരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. ഒന്നും ഇപ്പൊ വിശദീകരിപ്പാൻ നേരമില്ല. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇതെന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞ്? അപ്പൊ വളരെ ക്ലിയർ അല്ലേ, വിളിക്കപ്പെട്ടവരിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ടെന്നുള്ളത്. വിളിക്കപ്പെട്ടവരെന്ന് തോന്നുന്ന അനേകര് തെരഞ്ഞെടുക്കപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്നതല്ലേ യേശുവിന്റെ വാക്കുകൾ? അല്ലേ? അങ്ങനെ തന്നെയാ. അത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഈ വിളിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പുറമേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കപ്പെട്ടെന്നൊക്കെ തോന്നും. 1-2 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ നോക്കുക. ഒരു രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടുകൊണ്ട് വലിയൊരു പുരുഷാരം ആരുടെ പുറകെ ചെന്നു? യേശുവിന്റെ പിന്നാലെ ചെന്നു. ഇപ്പൊ വിളിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. ഇനിയും ഒരു വാക്യം കൂടെ, ഞാൻ ആ വാക്യഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേദഭാഗങ്ങൾ പറഞ്ഞു മുൻപോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചേ. യെസ്, അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അപ്പോൾ വിളിക്കപ്പെട്ട ഒരു കൂട്ടർ, 2 വിശ്വസിച്ച ഒരു കൂട്ടർ. വിശ്വസിച്ച കൂട്ടർ. അടുത്ത വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. പക്ഷേ അവരുടെ വിശ്വാസത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? നോക്കണേ, ആ വാക്യം ചേർത്ത് വായിക്കണം. ഇവര് വിശ്വസിച്ചു, പക്ഷെ യേശു എന്ത് ചെയ്തില്ല? വായിച്ചേ ഉറക്കെ ഒന്ന് വായിച്ചേ. നോയിക്കേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിനെ അവര് വിശ്വസിച്ചു, പക്ഷെ അവരെ ആരും വിശ്വസിച്ചില്ല. ശ്രദ്ധിക്കണേ, യേശുവിനെ അവര് വിശ്വസിച്ചു, പക്ഷെ അവരെ യേശു വിശ്വസിച്ചില്ല. ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് നന്നായിട്ട് അറിയായിരുന്നു. ഇന്നൊരു വലിയ ജനസമുദായത്തിൽ വിശ്വസിച്ച ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് തോന്നും. കർത്താവ് വിശ്വസിക്കുന്ന, കർത്താവിനെ പൂർണ്ണമായിട്ട് എനിക്ക് തരുവാൻ തക്കവണ്ണം എന്റെ ഹൃദയം പരിശോധിക്കുമ്പോൾ എന്റെ പൊന്നു കർത്താവിനെ എനിക്ക് വേണ്ടത് വേറെ ഒന്നിനുമല്ല. എന്റെ കർത്താവ് ആരാകുന്നോ അതുകൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ വേണമെന്ന് ഹൃദയംഗമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്ര പേരുണ്ട്? ഒരു മറിയ അങ്ങനെ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ മിഷനിൽ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്ന ആ സന്ദർഭത്തിൽ കല്ലറയ്ക്കൽ കരഞ്ഞോണ്ട് നിൽക്കുന്ന മറിയയെ കണ്ടിട്ട് യേശു ചെന്നു. അതൊരു ഇന്റർവെൻഷൻ ആയിരുന്നു, ഒരു ഇന്ററപ്ഷൻ ആയിരുന്നെന്നാ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന. കാരണം എന്താ? മരിച്ച യേശുവിനെ ആർക്ക് വേണം? എന്നാൽ അവൾ ചെന്നു, യജമാനെ എന്റെ ഗുരു എവിടാണെന്നൊന്ന് പറഞ്ഞതാ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശുവിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന, അടയാളം ചെയ്യുന്ന യേശുവിനെ വിശ്വസിക്കാം എളുപ്പമാ. പക്ഷെ മരിച്ച് കല്ലറയിൽ ഇരിക്കുന്ന യേശുവിനെ വേണമെന്ന് പറയാൻ കഴിയുന്ന ദൈവസ്നേഹം. അവളെ കണ്ടപ്പം യേശു ആ ട്രിപ്പിനൽപ്പം താമസം വരുത്തിയിട്ട് ആദ്യം അവളുടെ അടുക്കൽ ചെന്നു.
ദൈവം തന്നെ നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കുമോ? വാട്ട് അബൌട്ട് അവർ ഹാർട്ട്? വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളും ചേർത്ത് വീട്ടിൽ പോയി വായിക്കണം. നമുക്കത് മുഴുവൻ വായിപ്പാൻ നേരമില്ല. ഉപമയും അതിന്റെ വ്യാഖ്യാനവും കർത്താവ് പറയുന്നു. ഒന്ന്, വിതയ്ക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാ. വിതയ്ക്കുകയാ. വിതച്ചു, നല്ല വിത്ത് വളർന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പം വേലക്കാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം പിശാച് എന്ത് ചെയ്തു? കള കൊണ്ട് വിതച്ചു. കുറച്ച് കഴിഞ്ഞ് വളരാൻ തുടങ്ങിയപ്പം മനസ്സിലായി ഇത് കളയാ. എങ്ങനെയാ മനസ്സിലായേ? നെല്ലേതാ പതിരേതാ അല്ലെ ഗോതമ്പേതാന്നും കളയേതെന്നും തിരിച്ചറിയാൻ തുടങ്ങി. ഗോതമ്പേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒന്ന്, നമ്മൾ ശരിയായ ഗോതമ്പാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ വീഴ്ചകളെ കുറിച്ച് അനുതാപവും മാനസാന്തരവും നമുക്കുണ്ടാകും. ഗോതമ്പിന്റെ ലക്ഷണമാത്. 12 ശിഷ്യന്മാരുണ്ടായിരുന്നില്ലേ? അതില് പത്രോസിനെ കർത്താവ് വിളിച്ച വാക്കെന്നാന്നറിയാവോ? സാത്താനെ, എന്നെ വിട്ടുപോകൂ. സാത്താനെ, നീ മനുഷ്യർക്കുള്ളതാണ് ചിന്തിക്കുന്നത്. ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു കർത്താവ് പരീശന്മാരെ പോലും അങ്ങനെ വിളിച്ചില്ല. പരീശന്മാരെ വിളിച്ചത് എന്തുവാ? മാക്സിമം വിളിച്ചത് വെള്ളതേച്ച ശവക്കല്ലറയെന്നാ വിളിച്ചത്. മാക്സിമം അത്രേ വിളിച്ചുള്ളൂ. അതാണോ വലുത്? സാത്താനെ എന്ന് വിളിക്കുന്നതാണോ വലുത്? എന്നാൽ യൂദായെ ഇതൊന്നും വിളിച്ചില്ല. യൂദായോട് പറഞ്ഞത് മൃദുവായിട്ട് പറഞ്ഞു, സ്നേഹിത, നീ ചെയ്യാനുള്ളതൊക്കെ എളുപ്പത്തിൽ ചെയ്യ്. യൂദായോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ദരിദ്രന്മാര് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ, അവളെ എന്തിനാ വെറുതെ അസഹ്യപ്പെടുത്തുന്നത്? എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവള് ഇതെന്റെ മേൽ പൂശിയതാണെന്നേ പറഞ്ഞുള്ളൂ. ഹാർഡ് വേർഡ്സ് ഒന്നും പറഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ചേർത്ത് വായിച്ചാൽ 13-ാം അധ്യായത്തിൽ യൂദ ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുകയാണ്. എന്നാൽ മത്തായി സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും ചേർത്ത് പഠിച്ചാൽ, കാലക്രമം അനുസരിച്ച് പഠിച്ചാൽ മത്തായി സുവിശേഷം 16-ാം അധ്യായം കഴിയുമ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എന്താ? ആദ്യം വലിയ വെളിപ്പാട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ബർയോനാശിമാനെ, നിനക്ക് ദൈവത്തിന്റെ ആത്മാവ്, എന്റെ പിതാവിന്റെ ആത്മാവാണ് വെളിപ്പെടുത്തുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, നിനക്കങ്ങനെ ഭവിക്കരുത് കർത്താവേ. സാത്താനെ, നീ എനിക്കുള്ളതല്ല മനുഷ്യർക്കുള്ളതാണ് ചിന്തിക്കുന്ന പറഞ്ഞു. ഇത് കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ സംഭവങ്ങൾ. അത് പറഞ്ഞങ്ങോട്ട് വരുമ്പോൾ പത്രോസ് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പോകണമെങ്കിൽ പോകാം. ഉടനെ പത്രോസ് പറയുന്ന വാക്കിതാണ്, ഗുരു, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഏതാ നിത്യജീവന്റെ മൊഴി? നിത്യജീവന്റെ മൊഴി മറ്റൊന്നുമല്ല, സാത്താനെ എന്ന് വിളിച്ചത് നിത്യജീവന്റെ മൊഴിയാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. എന്താ കാരണം? എന്റെ ഗുരു എന്നെ സ്നേഹിക്കുന്നു, എന്റെ ഭോഷത്വത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് നിത്യജീവന്റെ അവകാശിയാക്കാൻ എന്റെ ഗുരു എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ സ്നേഹിച്ചാ വിളിച്ചതെന്ന് മനസ്സിലാക്കി ഗുരുവിന്റെ ശബ്ദത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തു. യെസ് ലോർഡ്, നീ എന്നെ വിളിച്ച വിളി നിത്യജീവന്റെ മൊഴിയാ. അതാ നിത്യതയിലേക്ക് എന്നെ നയിക്കുന്നത്. നമ്മളെ സോപ്പിട്ട് സന്തോഷിപ്പിച്ച് സുഖിപ്പിക്കുന്നതല്ല നിത്യതയിൽ കൊണ്ടുപോകുന്നത്, മുറിപ്പെടുത്തുന്നതാണ് പലപ്പോഴും നിത്യജീവന്റെ മൊഴി എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ.
മുറിപ്പെടുത്തുന്നതാ നിത്യജീവന്റെ മൊഴികൾ. മനസ്സിലാക്കണേ എന്റെ പ്രിയരെ. അതുകൊണ്ടാണ് പത്രോസ് ബഹുദുഃഖത്തോടെ പുറത്തിറങ്ങി കരഞ്ഞത്. ഗോതമ്പാണോ പതിരാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. പതിര് തിരിച്ചറിഞ്ഞു. ദുഃഖം കയറിയിട്ട് കയറിൽ അവസാനിച്ചു. പശ്ചാത്തപിച്ച് നല്ല വായിക്കുന്നത്, ഹി വാസ് ഫിൽഡ് വിത്ത് റിമോഴ്സ്, നോട്ട് റിപ്പൻഡൻസ്. Remorse and repentance, there is a world of difference between that. Remorse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ തോന്നുന്ന വെറുപ്പ. റിപ്പൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ ഗുരുവിനെ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ, എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, എൻ്റെ ഗുരുവിനോട് നേരത്തെ പറഞ്ഞത് എങ്കിലും ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, അയ്യോ ഞാനിതിന് യോഗ്യനല്ലെന്ന് ദൈവസന്നിധാനത്തിൽ സമ്മതിക്കുന്നതാണ് റിപ്പൻഡൻസ്, മാനസാന്തരം. ഗോതമ്പിന്റെ ലക്ഷണം ഒന്ന്, മാനസാന്തരമുണ്ടാകും. പതിരിനതുണ്ടാകത്തില്ല. ദൈവവചനത്തിന്റെ മുൻപാകെ വിറയ്ക്കുന്നത് ഗോതമ്പ, പതിരിന് അതൊന്നും വിഷയമല്ല. 2, ഗോതമ്പിന് ദൈവസന്നിധാനത്തിൽ ഒരു ഭയമുണ്ട്. ദൈവം സ്നേഹവാനാകുന്ന പിതാവാണെന്നറിയാം, എന്നാൽ അവൻ ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ ഭയപ്പെടും. ഞാൻ ആ വാക്കുകളൊന്നും വിശദീകരിക്കുന്നില്ല. താഴ്മയുണ്ടാകും. കാരണം വിളിച്ചത് ഈ അധമമാകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ, എനിക്ക് യോഗ്യതയില്ലെന്ന് ഓർക്കുമ്പോൾ ദൈവസന്നിധാനത്തിൽ നമ്മൾ താഴും. നാം കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവജനത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. മാത്രമല്ല ദൈവത്തിന്റെ കോസ് നമുക്ക് പ്രാധാന്യമുള്ളതാകും. നമ്മുടെ പ്രാർത്ഥനയിൽ മുഴുവൻ ഭാഗവും, പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പലരും പ്രാർത്ഥിക്കുന്നത്, പണ്ട് ഈ കൈത്തറി ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഭക്തൻ അതിനെ ഒരു അംഗവിക്ഷേപം കാണിച്ചു. അദ്ദേഹം അംഗവിക്ഷേപം കാണിച്ചത് കൈത്തറി, ആ തറിയുണ്ടല്ലോ, ഹാൻഡ്ലൂം, അതിൻ്റെ ആ അംഗവിക്ഷേപം നോക്കിയാൽ അറിയാം, ഇത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. ആ നിലയിലാണ് പലരും പ്രാർത്ഥന. എന്നാൽ ഗോതമ്പാണെങ്കിൽ കം വാട്ട് മേ, എൻ്റെ റെപ്യൂട്ടേഷൻ എനിക്ക് വിഷയമല്ല. ദൈവത്തിൻ്റെ കോസ്, ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടാൽ, മറ്റുള്ളവരെന്നെ എന്ത് തെറ്റിദ്ധരിച്ചാലും, മറ്റുള്ളവരെന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് വിഷയമല്ല. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ നാമമാ വലുത്, എനിക്ക് പാപികളുടെ രക്ഷയാ വലുത്, എനിക്ക് ദൈവസഭയാ വലുത്, എനിക്ക് സുവിശേഷീകരണമാ വലുത്, എനിക്ക് നിത്യതയാ വലുതെന്ന് മനസ്സിലാക്കി ദൈവസന്നിധാനത്തിൽ അതിനായി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ സിംഹഭാഗവും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണോ? നമ്മൾ നമ്മെ തന്നെ ശ്രദ്ധിക്കണം, ശോധന ചെയ്ത് നോക്കണം. അതോ ദൈവത്തിന്റെ വിഷയങ്ങളാണോ നമുക്ക് പ്രാധാന്യം? ഗോതമ്പിന്റെ ലക്ഷണം അതാ. മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്താനായി എപ്പോഴും ഗോതമ്പിന് താല്പര്യം. അപ്പൊ നല്ല കതിരാണെന്ന് മനസ്സിലാക്കിയത് ഇത് കണ്ടപ്പോഴാണ് ശുശ്രൂഷക്കാര്. ഉടനെ ശുശ്രൂഷകന്മാര് ചെന്ന് യജമാനോട് പറഞ്ഞു, ഞങ്ങളത് ചെന്ന് പിഴുത് കളയട്ടെ. യജമാനൻ പറയുന്നതാകുന്ന കാര്യം എന്താണെന്നറിയാമോ? വേണ്ട, നിൽക്കട്ടെ, പിഴാനൊന്നും പോകണ്ട. പിഴുത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതിനും എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ പ്രിയരെ ശ്രദ്ധിക്കണേ. നമ്മളീ പറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ ദൈവം കൊണ്ടുവന്ന് വെക്കരുതേ. ഇവിടെ പിന്നെ വലിയ ഫാൻ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞേ. പലരുടെയും ചിന്ത എന്നാന്നറിയാമോ? പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഉപദേശിക്ക് ഫേവർ ചെയ്യാൻ വേണ്ടി അവിടെ പോയിരിക്കുക. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ കോഴഞ്ചേരിയിൽ വെച്ച് അദ്ദേഹം ഒരു സ്ഥലത്തോട്ട് പോകുകയാണ്. വേറൊരാൾ അദ്ദേഹത്തെ കണ്ടു. എങ്ങോട്ട് പോകാ പാസ്റ്ററെ? ബ്രദറെ, ഞാൻ ഇന്ന ഇലക്ട്രിക്കൽ കടയിൽ പോകാണ് ഒരു ഫാൻ മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അതിൻ്റെ കുറവ് കൊണ്ട് ഉറക്കത്തിന് കുഴപ്പം വന്നൊന്ന് വേണ്ട. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ വെറുതെ വന്നിരുന്ന് AC-യുടെ കീഴെയിരുന്ന് ഉറങ്ങിയേച്ചു പോകാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതിനല്ല വിളിച്ചത്.
നല്ല വിത്തിന് ഒരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ആകരുതേ. കച്ചി ഇട്ട് കലം കൊണ്ടുവരുന്ന ലോറി കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട്. പക്ഷേ ചന്തയിൽ വരുമ്പോ ഈ കച്ചിയൊന്നും ഈ കലത്തിന്റെ കൂടെ വരികയില്ല. കലം മാത്രം എടുത്തു വെക്കും, കച്ചി ദൂരെ കളയും. I fear, I'm really scared of one thing. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ക്രിസ്തുവിന്റെ നാളിൽ വൃഥാവ എന്ന് വരുവാനിടയാകുമോ? അയ്യോ, നമ്മൾ നാവേഷം കെട്ടിയിട്ട് കുരയ്ക്കണം. എനിവേ, ലോകക്കാര് നമ്മളെ കൂട്ടുകയില്ല, അത് നിശ്ചയമാ. ലോകവും നിന്നെ വെറുക്കും. എന്നാൽ അതിനു മുൻപേ ശരണത്തിനായി കർത്താവിങ്കിലേക്ക് നമുക്ക് ഓടി വരാം. ആ കള ചേർക്കുന്ന കൂട്ടത്തിൽ ഞാനും കാണണമേ. നല്ല ഗോതമ്പ് മണിയായിട്ട് എന്നെയും അവിടുന്ന് ചേർക്കണമേ. കർത്താവേ, എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസയുണ്ടാകേണ്ടതിന് അവിടുന്ന് എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ വിളിയെ നോക്കുവാൻ, എന്നെ എന്തിനു വേണ്ടി വിളിച്ചെന്ന് ഞാൻ എപ്പോഴും ഓർക്കുവാൻ, എന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി ഞാൻ ഇടറാതെ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മളെവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.